എൽബീസ് കോളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നൊരു പുതിയ വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മൾ നോർത്തിലൊക്കെ പോകുമ്പോൾ അവിടെ കല്യാണത്തിനും മറ്റു ഫംഗ്ഷനും ബർത്ത്ഡേ പാർട്ടിയിൽ ഹൗസ് വാമിങ് അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഒരു വിശേഷമൊക്കെ വരുമ്പോൾ അവരുണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് പൂരി ആംരസ്. അവർ അധികം പൂരി എന്ന് പറയാറില്ല, അധികം പൂരി ആംരസ് എന്ന് പറയും. പക്ഷെ നല്ല മാങ്ങ കിട്ടുന്ന ആ സീസണിലാണ് അവർ ഉണ്ടാക്കുന്നത്. അഥവാ കിട്ടിയില്ലെങ്കിൽ തന്നെ അതിന് ആ സമയത്ത് മധുരം കുറവാണെങ്കിൽ അവർ പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് അത് മിക്സിയിലിട്ട് അടിക്കും. ഇപ്പോൾ നമ്മൾ ബോംബെയിലൊക്കെ ആണെങ്കിൽ ബോംബെയിലാണ് കൂടുതലത്. ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ അവിടെ കല്യാണത്തിനൊക്കെ പോയിട്ടുണ്ട്. അവിടെ പോകുമ്പോഴൊക്കെ നമുക്ക് ആദ്യം അവർ വിളമ്പുന്നത് ഏറ്റവും പ്രധാനം, ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനമായ പൂരി ആംരസ്. അത് കഴിഞ്ഞിട്ടാണ് അവരുടെ പതുക്കെ സമോസ അല്ലെങ്കിൽ കച്ചോടി അങ്ങനത്തെ ഐറ്റമൊക്കെ വരുന്നത്. അവർക്ക് ഇതുണ്ടെങ്കിൽ വളരെ നല്ല സദ്യയാണെന്നാണ് അവരുടെ വിചാരം. അപ്പോൾ അതിൽ എല്ലാവരും ആസ്വദിച്ച് കഴിക്കുന്നത് കാണുമ്പോഴും നമുക്കും കൊതി തോന്നും അത് കഴിക്കണമെന്ന്. അപ്പോൾ അതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അതുപോലെ അവർ പൂരി ഉണ്ടാക്കുമ്പോൾ പല വിധത്തിലുള്ള പൂരി ഉണ്ടാക്കും. മസാലപ്പൂരി ഉണ്ടാക്കും, പ്ലെയിൻ ഉണ്ടാക്കും, പിന്നെ മോദകം ശകലം ഇടും, അങ്ങനെ മഞ്ഞൾ പൊടി അങ്ങനത്തെ ഒക്കെ ഇട്ടിട്ട് കുറേ വെറൈറ്റി ഉണ്ട് പൂരി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഇതാണ് ആംരസ്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നല്ല മാങ്ങ സീസണിൽ നല്ല വിളഞ്ഞ മാങ്ങ നോക്കി, ദശയുള്ള മാങ്ങ നോക്കി നല്ല, ഇപ്രാവശ്യം ഞാൻ എടുത്തിരിക്കുന്നത് നീലം മാങ്ങയാണ്. അത് നല്ലപോലെ വൃത്തിയായി അരിഞ്ഞിട്ട് മിക്സിയിലിട്ടൊന്ന് അടിക്കണം. പ്ലെയിനായിട്ട് അടിക്കുന്നതാണ് നല്ല. മധുരം ഉണ്ടെങ്കിൽ ഒന്നും ചേർക്കാതെ പ്ലെയിനായിട്ട് അടിക്കുന്നതാണ് അത് നല്ലത്. അപ്പം പ്ലെയിനായിട്ട് ഇതടിച്ചതാണ്, ഒന്നും ചേർത്തില്ല, വെറും പ്യുവർ മാങ്ങ മാത്രം. പിന്നെ ബർത്ത്ഡേ ഒക്കെ ചെയ്യുമ്പം കുട്ടികൾക്ക് കൂടുതലും മധുരം വേണ്ടി വരും. അപ്പോൾ അത് അവരെന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അവർ ശകലം ഒന്ന് പഞ്ചസാരയൊക്കെ ഇട്ട് കുട്ടികൾക്ക്, അല്ലെങ്കിൽ അവർക്ക് മധുരം പോരാന്ന് പറയും, ബർത്ത്ഡേ അല്ലേ. അപ്പോൾ അവർ ശരി വെച്ചിട്ട് കുറച്ച് ഇത് നമ്മൾ കേസരം കൂടെ ഇടണം. എന്നിട്ട് അതിൻ്റെ കൂടെ നമ്മൾ കഴിക്കുന്നത് പൂരി, നല്ല ചൂട് പൂരിയാണ് അവർ കഴിക്കുന്നത്. പല വെറൈറ്റി ഉണ്ടാക്കുന്നുണ്ട് പൂരി. അവരുടെ മസാലപ്പൂരിയൊക്കെ തിന്നാൻ വളരെ ടേസ്റ്റിയാണ്. ഞങ്ങളും അവിടെ പോയി കല്യാണത്തിന് കുടുംബമൊക്കെ ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. ഇതാണ് അവരുടെ പൂരി ആംരസ് ഐറ്റം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം, കഴിച്ച് ആസ്വദിക്കണം. നമുക്കും അത് കഴിക്കാം, പക്ഷെ നല്ലതാണ്. എല്ലാവർക്കും